നമസ്കാരം. എല്ലാവരുടെയും ന്യൂ ഇയർ ആഘോഷമൊക്കെ നന്നായല്ലോ അല്ലേ? 2026 എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കഥ പറച്ചില് എനിക്ക് നടത്താൻ പറ്റിയില്ല. ചില പേഴ്സണൽ അസൗകര്യങ്ങൾ മൂലം ഞാൻ ഒരാഴ്ച മാറി നിൽക്കേണ്ടി വന്നു. നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ കഥകളിലേക്ക് കടക്കാം. വിക്രമാദിത്യൻ കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും അവരുടെ സുഹൃത്തുക്കളോടും വീട്ടിലെ കുഞ്ഞുങ്ങളോടും ഒക്കെ ഈ കഥ പറഞ്ഞു കൊടുക്കുകയും അവരെ കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കട്ടെ. നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം ഒട്ടും വൈകാതെ. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ മഹാരാജാവ് ദേവേന്ദ്രന്റെ സന്നിധിയിലെത്തി ഉർവശിയുടെയും രംഭയുടെയും തമ്മിലുള്ള തർക്കം പറഞ്ഞ് അവസാനിപ്പിച്ച് അവരിൽ ആരാണ് ഉത്തമയായ നർത്തകി എന്ന പ്രഖ്യാപനവും നടത്തി ദേവേന്ദ്രന്റെയും മറ്റ് ദേവീ ദേവന്മാരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വാങ്ങി വളരെയധികം സമ്മാനങ്ങളും രത്നഖചിതമായ 26 പടികളുള്ള ഒരു സിംഹാസനമൊക്കെ ആയിട്ട് തിരികെ ഭൂമിയിലേക്ക് വരുന്നതാണ്. അങ്ങനെ ദേവേന്ദ്രന്റെ അവിടുന്ന് എല്ലാ അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടി പുഷ്പക വിമാനത്തിൽ തിരികെ എത്തിയ വിക്രമാദിത്യ മഹാരാജാവിനെ പ്രധാനമന്ത്രി ഭട്ടിയുടെ നേതൃത്വത്തിൽ രാജകൊട്ടാരത്തിലെ അന്തേവാസികളും പൗരജനങ്ങളും എല്ലാം ചേർന്ന് ഗംഭീരമായി ഒരു സ്വീകരണം ഒരുക്കി ഭൂമിയിലേക്ക് സ്വീകരിച്ചു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി മഹാരാജാവിനെ, ചക്രവർത്തി തിരുമനസിനെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിച്ചു. കൊട്ടാരത്തിലെത്തിയ ശേഷം സഭാവാസികളോട് ദേവേന്ദ്രന്റെ സന്നിധിയില് ഇന്ദ്രലോകത്തില് നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ വിക്രമാദിത്യൻ വിവരിച്ചു. അവിടുത്തെ ദേവേന്ദ്ര സന്നിധിയിലെ ഭരണകാര്യങ്ങളുടെ രീതിയെക്കുറിച്ചും പിന്നെ രംഭയും ഉർവശിയും തമ്മിൽ ഉടലെടുത്ത തർക്കത്തെക്കുറിച്ചും അത് പരിഹരിക്കാനായി ഉപയോഗിച്ച മാർഗത്തെക്കുറിച്ചൊക്കെ സഭാവാസികളോട് വിവരിക്കുകയും ഒക്കെ ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ദേവേന്ദ്രനെ മനസ്സാ അഭിനന്ദിച്ചു. പലരും അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയിലും കഴിവിലും അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ സഭാവാസികളുടെ എല്ലാം അനുഗ്രഹവും ആശംസകളും ഏറ്റുവാങ്ങിക്കൊണ്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു. പക്ഷേ വിക്രമാദിത്യന്റെ സഹോദരനും സന്തത സഹചാരിയും പ്രധാനമന്ത്രിയുമായിരുന്ന ഭട്ടിയുടെ മുഖം അത്രയ്ക്ക് അങ്ങോട്ട് പ്രസാദിച്ചു കാണാനില്ല. അത് മനസ്സിലാക്കിയ വിക്രമാദിത്യൻ ഭട്ടിയെ അടുത്ത് വിളിച്ചു ചോദിച്ചു, സഹോദര, അങ്ങ് എൻ്റെ ഏറ്റവും വിശ്വസ്തനും എൻ്റെ സ്വന്തം സഹോദരനും പ്രധാനമന്ത്രിയുമാണ്. അങ്ങക്ക് എന്ത് പറ്റി? ഞാൻ ദേവേന്ദ്ര സന്നിധിയിൽ നിന്ന് ഇത്രയധികം പാരിതോഷികങ്ങളൊക്കെ ആയിട്ട് വന്ന് അവിടുത്തെ അനുഗ്രഹമൊക്കെ മേടിച്ചു വന്നിട്ട് അങ്ങക്ക് എന്തോ ഒരു സന്തോഷമില്ലാത്തത്? എന്താ അങ്ങയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യം? എന്നോട് തുറന്നു പറയൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും ഭട്ടി വിക്രമാദിത്യനോട് ചോദിച്ചു, അല്ലയോ ചക്രവർത്തി തിരുമനസേ, അങ്ങ് ദേവേന്ദ്രന്റെ സവിധത്തിലെത്തി ഇന്ദ്രലോകത്തിന്റെ മുഴുവനും കീർത്തി സമ്പാദിച്ചു, അനുഗ്രഹങ്ങൾ മേടിച്ചു, വിശേഷപ്പെട്ട സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഭൂമിയിലേക്ക് തിരിച്ചെത്തി. പക്ഷേ അങ്ങയുടെ സന്തത സഹചാരിയും സഹോദരനുമായി എനിക്ക് എന്താണ് അങ്ങ് കൊണ്ടുവന്ന സമ്മാനമായിട്ട്? ഈ ചോദ്യം കേട്ടപ്പോ വിക്രമാദിത്യനൊന്ന് ആദ്യം പരിഭ്രമിച്ചു. അത് ശരിയാണല്ലോ, ഇന്ദ്രലോകത്തിലെത്തി ദേവകളെയും ദേവീ ദേവന്മാരെയും മറ്റുമൊക്കെ കണ്ട് അവിടുത്തെ ആർഭാടങ്ങളൊക്കെ കണ്ട് അതിൽ മനസ്സിൽ മുഴുകി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോ തൻ്റെ സഹോദരനായ ഭട്ടിക്ക് വേണ്ടി ഒരു വരം ചോദിക്കാനായിട്ട് പറ്റിയില്ല. ദേവേന്ദ്രൻ 1000 സംവത്സരങ്ങൾ ഈ സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കാൻ ഇടയാവട്ടെ എന്ന് അനുഗ്രഹിച്ചാണ് വിട്ടേക്കണത്. അപ്പൊ ഭട്ടി ചോദിച്ചു, അങ്ങേക്ക് 1000 സംവത്സരം ഈ രത്നഖചിതമായ സിംഹാസനത്തിലിരുന്ന് ഭരിക്കാനുള്ള എല്ലാ അനുഗ്രഹവും ദേവീ ദേവന്മാരും ദേവേന്ദ്രൻ പ്രത്യേകിച്ചും നൽകിയിട്ടുണ്ട്. ഈ പാവപ്പെട്ട ഭട്ടിക്ക് എന്ത് കിട്ടി? ഭട്ടി എന്ത് ചെയ്യും? അങ്ങ് എന്തുകൊണ്ട് എനിക്കൊന്നും മേടിച്ചുകൊണ്ടുന്നില്ല? ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിക്രമാദിത്യന് ഭയങ്കര സങ്കടമായി. അദ്ദേഹം പറഞ്ഞു, അയ്യോ, വേഗം ഭട്ടിയുടെ കൈയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അല്ലയോ സഹോദര, ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മളെന്നും ഒന്നല്ലേ? എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താവ് അങ്ങും കൂടിയല്ലേ? എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വത്തുക്കളും എല്ലാം അങ്ങേക്കും കൂടി അവകാശപ്പെട്ടല്ലേ? പിന്നെ നമ്മൾ തമ്മിലൊരു വേർതിരിവ് എന്തിനാ? ഭട്ടിക്ക് ആ ഉത്തരവൊന്നും വലിയ തൃപ്തിയായില്ല. ഭട്ടി പറഞ്ഞു, ഇതൊക്കെ യുക്തിവാദത്തിന് വേണ്ടി സമ്മതിക്കാം, പക്ഷേ അങ്ങേക്ക് 1000 സംവത്സരത്തിന്റെ
രാജ്യഭരണമൊക്കെ കിട്ടി, ഇത്രയും വലിയ അനുഗ്രഹം കിട്ടിയപ്പോ ഈ പാവം എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അതിൽ എനിക്ക് വലിയ മനസ്താപമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പട്ടി നിരാശയോടുകൂടി കൊട്ടാരം വിട്ടുപോയി. മഹാരാജാവിന് വല്ലാത്ത സങ്കടമായി. വിക്രമാദിത്യൻ കുറെ നേരം ആലോചിച്ചു, എന്ത് ചെയ്യും. പട്ടിക്ക് അന്ന് ഉറക്കം വന്നില്ല. രാത്രി മുഴുവനും ഇതന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നു. മനുഷ്യ സഹജമായ അസൂയ ഭട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ വളരാൻ തുടങ്ങി. രാജാവിനെല്ലാം കിട്ടി, രാജാവിന്റെ സഹോദരനായി എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള വിഷമവും ഉള്ളിലുള്ള മനസ്സിന്റെ ഒരു അസ്വസ്ഥത എല്ലാം കൂടി പട്ടിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ ഇഷ്ടദൈവമായ മഹാകാളിയെ തന്നെ ശരണം പ്രാപിക്കാൻ ഭട്ടി തീരുമാനിച്ചു, മനസ്സിന്റെ ഈ സന്താപം ഒടുക്കാനായിട്ട്. അർദ്ധരാത്രി ഭട്ടി തന്റെ വീട്ടിൽ നിന്നിറങ്ങി ഉജ്ജയിനിയിലെ മഹാകാളി ക്ഷേത്രം ഉണ്ടല്ലോ, അന്ന് നമ്മുടെ വിക്രമാദിത്യനൊക്കെ പുതുക്കി പണിയിച്ച്, ആ മഹാകാളി ക്ഷേത്രത്തിന്റെ സമീപത്തേക്ക് എത്തി. അപ്പൊ പണ്ട് തൊട്ടേയുള്ള വിശ്വാസമാണ് ഈ ദേവീ ദേവന്മാരൊക്കെ അർദ്ധരാത്രി ആയി കഴിഞ്ഞാൽ നഗരസഞ്ചാരത്തിന് ഗ്രാമസഞ്ചാരത്തിനൊക്കെ ഇറങ്ങും എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പറയാറുള്ളത്, രാത്രി ആയി കഴിഞ്ഞാൽ, അർദ്ധരാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങരുത്, നമ്മൾ എന്തെങ്കിലും അശുഭമായ കാഴ്ചകളോ പേടിപ്പെടുത്തുന്ന കാഴ്ചകളോ കാണാനിടയാവും, അത് കണ്ടു കഴിഞ്ഞാൽ പനി പിടിക്കും, ചില ആൾക്കാര് മനസ്സിന്റെ ഭയം കാരണം പേടിച്ച് മരിക്കുക വരെ ചെയ്യും. പണ്ട് കാലത്ത് ഈ ഇലക്ട്രിസിറ്റിയും ലൈറ്റും അങ്ങനത്തെ വെളിച്ചങ്ങളൊന്നും ഇല്ലല്ലോ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂറ്റാക്കൂരി ഇരുട്ട് മാത്രമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ പോലെ കെട്ടിടങ്ങളോ മറ്റൊന്നും ഇല്ലാത്ത പഴയ കാലഘട്ടത്തില് വീഥികളെല്ലാം തന്നെ ഇരുട്ട് മൂടി കിടക്കും. അപ്പൊ ആ ഇരുട്ട് മൂടി കിടക്കുന്ന വീഥികളിലൂടെ ദേവീദേവന്മാര് രാത്രി സഞ്ചാരം നടത്തും, അതുകൊണ്ട് അവർക്ക് അഭിമുഖമായി വരുന്ന മനുഷ്യർക്ക് ആപത്ത് സംഭവിക്കുന്നൊക്കെയാണ് അന്നത്തെ വിശ്വാസം. നമ്മുടെ ഭട്ടി ഈ കാളി ക്ഷേത്രത്തിൽ എത്തിയപ്പോ മഹാകാളി ഇതുപോലെ നഗരപ്രദക്ഷിണത്തിന് ഇറക്കുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ കാവല് തന്റെ ഭൂതഗണങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് കാളി പുറത്തേക്ക് പോയത്. ഭട്ടി ഭയങ്കര സൂത്രശാലിയാണല്ലോ, ഈ ഭൂതഗണങ്ങളെയൊക്കെ പറ്റിച്ച് ആളകത്ത് കയറി. മഹാകാളിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ധ്യാനനിരതനായി ആരംഭിച്ചു. തന്റെ മനസ്സിന്റെ സന്താപം തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ തപസ്സനുഷ്ഠിക്കുന്ന പോലെ ഇരുന്നു. കാളിമാതാവ് നഗരപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ, ചേടാ തന്റെ വിഗ്രഹത്തിന് മുമ്പിൽ ഒരാള് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കിടക്കണം, ഇതാരപ്പ ഈ രാത്രിയിൽ ഇതിനകത്തേക്ക് കയറിയത് എന്ന് അത്ഭുതത്തോടുകൂടി കാളിമാതാവ് അവിടെ ചെന്ന് അടുത്ത് വന്ന് നോക്കിയപ്പോ മനസ്സിലായി, ഇത് തന്റെ അരുമ ഭക്തനായിട്ടുള്ള ഭട്ടിയാണല്ലോ. വേഗം പിടിച്ചെഴുന്നേൽപ്പിച്ചു. അല്ലയോ വത്സ, എന്താ ഇത്ര ഈ രാത്രിയിൽ ഇങ്ങോട്ട് വരാൻ കാരണം? എന്തു പറ്റി? ഈ അർദ്ധരാത്രിയിൽ നമ്മെ ശരണം പ്രാപിക്കാനായിട്ട് ഇവിടെ വന്നത് എന്തിനാ? ഭട്ടി തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ അമ്മേ, എൻ്റെ മനസ്സിലെ സങ്കടം തീർക്കാൻ അവിടുന്ന് അല്ലാതെ ആരുമില്ല, എനിക്ക് വേറെ ആരും ശരണമായിട്ടില്ല. എൻ്റെ മനസ്സിന്റെ സങ്കടവും എൻ്റെ വിഷമവും തീർത്ത് എന്നെ അനുഗ്രഹിക്കണം. എന്ത് വരാ വേണ്ടത് പറഞ്ഞോളൂ. എൻ്റെ അരുമ ശിഷ്യനായിട്ടുള്ള അരുമ ഭക്തനായിട്ടുള്ള ഭട്ടിക്ക് ഞാൻ എന്താ സഹായം ചെയ്യേണ്ടത്? നടന്ന സംഭവങ്ങൾ, വിക്രമാദിത്യന് 1000 സംവത്സരങ്ങൾ ജീവിക്കാനുള്ള അനുഗ്രഹമൊക്കെ കിട്ടിയ കാര്യമൊക്കെ നമ്മുടെ ഭട്ടി കാളിമാതാവിനോട് പറഞ്ഞു. അങ്ങേക്കറിയാലോ, അവിടുത്തെയും കൂടി എല്ലാ അനുഗ്രഹത്തോടെയാണ് അദ്ദേഹത്തിന് 1000 സംവത്സരങ്ങൾ ജീവിക്കാനുള്ള അവകാശം കിട്ടിയത്. പക്ഷെ എനിക്കൊന്നുമില്ല. ഞാൻ അവരുടെ അടുത്ത് വിശ്വസ്തനായിട്ട് കൂടി എനിക്ക് യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയായി. എനിക്ക് പറ്റില്ല, ഈ അവസ്ഥയിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് 1000 അല്ല 2000 സംവത്സരം ജീവിക്കാനുള്ള വരം അങ്ങ് നൽകണം, കീർത്തിമാനായിട്ട് തന്നെ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണം. ഇതല്ലാതെ എനിക്ക് യാതൊരു മനഃശാന്തി ലഭിക്കില്ല. അപ്പൊ കാളി ഒന്ന് പരിഭ്രമിച്ചു ഇത് കേട്ടപ്പോ. എന്നിട്ട് ഭക്തിയോട് പറഞ്ഞു, അല്ലയോ ഭക്തശിരോമണി, ഇതൊരു നടക്കാത്ത ആഗ്രഹമല്ലേ? 2000 സംവത്സരമൊക്കെ ഒരാളെ കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമാണോ? നീ ഈ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറണം, ഇതൊന്നും ശരിയായിട്ടുള്ള ആഗ്രഹമല്ല. അപ്പൊ ഭട്ടി പറഞ്ഞു, അത് പറ്റില്ല, എൻ്റെ മനസ്സിനല്ലാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല, അവിടുന്ന് എന്നെ ഈ വരം നൽകി അനുഗ്രഹിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തലതല്ലിച്ചാവും, എനിക്ക് വേറെ മാർഗമില്ല. ഭട്ടിയുടെ പിടിവാശിയും വക്രബുദ്ധിയും കണ്ടു കഴിഞ്ഞപ്പോ കാളിമാതാവിന് ഒരു സൂത്രം തോന്നി. കാളി പറഞ്ഞു, ശരി, ഭട്ടിയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം, പക്ഷേ ഇപ്പൊ തന്നെ വിക്രമാദിത്യ മഹാരാജാവിന്റെ തലയറുത്ത് എൻ്റെ കാൽക്കല് ഹോമം ചെയ്യണം, എൻ്റെ കാൽക്കൽ സമർപ്പിക്കണം. പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഭട്ടിക്ക് 2000 മത്സരത്തിന്റെ ജീവിക്കാനുള്ള വരം ഞാൻ തരാം. ഒട്ടും സംശയിച്ചില്ല, ഭട്ടി ഉടനെ തന്നെ പുറപ്പെട്ടു. മനസ്സിൽ അത്യാഗ്രഹമോ അസൂയോ എല്ലാം കൂടി വളർന്ന ഒരു പൈശാചികമായ അവസ്ഥയിലായിരുന്നു ഭട്ടി. നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു.
വിക്രമാദിത്യന്റെ കിടപ്പുമുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറി, ശബ്ദമുണ്ടാക്കാതെ നടന്ന് അകത്തേക്ക് കയറി. നോക്കുമ്പോ സപ്രമഞ്ച കട്ടിലില് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് മഹാരാജാവ്. പട്ടി ചുറ്റും നോക്കി, ആരുമില്ല. സേവകന്മാരൊക്കെ ഉറക്കമാണ്, ആരും അറിഞ്ഞിട്ടില്ല അകത്ത് കയറിയത്. വിക്രമാദിത്യന്റെ പ്രസിദ്ധമായ ഉടവാൾ അവിടെ ഒരു അതിൽ തൂങ്ങി കിടക്കുന്നുണ്ട്. ആരും ശബ്ദമുണ്ടാക്കാതെ പോയിട്ട് ആ വാൾ ആദ്യം കയ്യിലെടുത്തു. എന്നിട്ട് വിക്രമാദിത്യനെ പതുക്കെ തട്ടി വിളിച്ചുണർത്തി. വിക്രമാദിത്യൻ കണ്ണ് തുറന്നപ്പോ പട്ടി പറഞ്ഞു, മഹാരാജാവെ, ശബ്ദം ഉണ്ടാക്കരുത്, ഒരക്ഷരം മിണ്ടരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിക്രമാദിത്യൻ ചോദിച്ചു, എന്താ എന്താ വേണ്ടേ? എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് അങ്ങയുടെ തലയൊന്ന് അറുത്തെടുക്കണം, അതിനനുവദിച്ചാലും. ഭട്ടി തമാശ പറയാണെന്നാണ് വിക്രമാദിത്യൻ കരുതിയത്. അതിനെന്താ, എന്റെ സഹോദരന് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനുണ്ടല്ലോ തയ്യാറായിട്ട്, എന്റെ തല വെട്ടിയെടുത്തോളൂ. വിക്രമാദിത്യരുന്ന് പറയേണ്ട താമസം, വിക്രമാദിത്യന്റെ തന്നെ വാള് കയ്യിലുണ്ടല്ലോ പട്ടിയുടെ. ഒരു നിമിഷം പോലും വൈകിയില്ല, ഒരൊറ്റ വെട്ട്. വിക്രമാദിത്യ തല വേറെ ഉടല് വേറെ. തലയില്ലാത്ത ശരീരം ആ കട്ടിലേക്ക് തന്നെ തിരിഞ്ഞു വീഴും. ഉടനെ തന്നെ ആ അറുത്ത് എടുത്ത തലയുമായിട്ട് പട്ടി കുതിച്ചു പാഞ്ഞ് വീണ്ടും കാളി മഹാമായയുടെ മുമ്പിലെത്തി. കാൽക്കല് വിക്രമാദിത്യന്റെ തല സമർപ്പിച്ചു. ഇതാ, ഞാൻ വിക്രമാദിത്യന്റെ തലയുമായി അങ്ങയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു, എന്നെ അനുഗ്രഹിച്ചാലും. ഇത് ഭട്ടിയുടെ ഈ സൽപ്രവൃത്തിയും ഭക്തിയും അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ നടത്താനുള്ള കഴിവും കണ്ടു കഴിഞ്ഞപ്പോ കാളിമാതാവിന് സന്തോഷമായി. കാളിമാതാവ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ നിന്റെ ഈ പ്രവൃത്തിയിൽ സംപ്രീതയായിരിക്കുന്നു. നിനക്ക് നീ ആഗ്രഹിച്ച പ്രകാരം തന്നെ 2000 വർഷം നീ ഈ ഭൂമിയില് സകല കീർത്തികളോടും കൂടി വാണരുളാനിടയാവട്ടെ. ഈ വരം കിട്ടിക്കഴിഞ്ഞപ്പോ ഭട്ടി ഉറക്ക പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കാളിക്ക് ദേഷ്യം വന്നു. ആഹാ, ഞാനൊരു ഭക്തന് വരം കൊടുത്തപ്പോ അവൻ എന്നെ കളിയാക്കി ചിരിക്കണം. ഉടനെ കാളി ദേഷ്യത്തോടുകൂടി ഭട്ടിയോട് ചോദിച്ചു, എന്താ ഈ ചിരിയുടെ അർത്ഥം? ഞാൻ നീ ആഗ്രഹിച്ച പ്രകാരം വരം തന്നു കഴിഞ്ഞപ്പോ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നതിന്, സന്തോഷിച്ച് ഇതാവണതിന് പകരം നീ പൊട്ടിച്ചിരിച്ച് എന്നെ കളിയാക്കുകയാണോ? അപ്പോ ഭട്ടി പറഞ്ഞു, അയ്യോ കാളിമാതാവേ, അവിടുത്തെ കളിയാക്കാനൊന്നും ഉള്ള വിവരമൊന്നും എനിക്കില്ല, അതിനുള്ള സാഹസത്തിനും ഞാൻ ഉൾപ്പെടില്ല. പക്ഷേ ഞാൻ ആലോചിച്ചത് വേറൊന്നാണ്. 1000 സംവത്സരം കീർത്തിമാനായി ചക്രവർത്തിയായിട്ട് രാജകൊട്ടാരത്തിൽ ആ വലിയ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കാൻ കഴിവുണ്ടാവട്ടെ, ഭരിക്കാനാവട്ടെ എന്ന് ദേവേന്ദ്രനും മറ്റ് ദേവന്മാരിൽ നിന്നും വരം മേടിച്ച് വിക്രമാദിത്യൻ ഭൂമിയിലേക്ക് എത്തിയിട്ട് 24 മണിക്കൂറായിട്ടുള്ളൂ. എന്നിട്ട് ദേ കിടക്കുന്നു വിക്രമാദിത്യന്റെ തല അറുത്ത നിലയിൽ അങ്ങയുടെ മുമ്പില്, ജീവൻ വെടിഞ്ഞില്ലേ. പിന്നെ ഈ ദേവീ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് എന്ത് ഗുണമാണ് ആർക്കും ഉണ്ടാവണേ? അതിന്റെ ആ നൈമിഷികതയെ കുറിച്ച് ആലോചിച്ച് ഞാൻ ചിരിച്ചു പോയതാണ് കാളിമാതാവേ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എവിടുന്ന 2000 മത്സരം ആയുസ് ഉണ്ടാവണേ? ഇത് കേട്ടപ്പോ കാളിമാതാവ് ഒന്ന് ഞെട്ടി. ഭട്ടിയുടെ ബുദ്ധി കൂർമ്മതയില് കാളിമാതാവിന് വല്ലാത്തൊരു ആശ്ചര്യം തോന്നി. മാത്രമല്ല ദേഷ്യം വരെ, സന്തോഷാ തോന്നിയത്. ഇത്രയും ഭക്തനെ ആയിട്ടുള്ള ഈ ശിഷ്യന് അതിബുദ്ധിമാനും കൂടിയാണല്ലോ എന്നുള്ള സന്തോഷം കാളിമാതാവിന് തോന്നി. കാളിമാതാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭക്ത, നിന്റെ ബുദ്ധി സാമർഥ്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമായി. ഏതായാലും നിനക്ക് മാത്രമല്ല, നിന്റെ സഹോദരനായിട്ടുള്ള വിക്രമാദിത്യനും 2000 വർഷം ജീവിക്കാനുള്ള അവസരം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കാളിമാതാവ് അത് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, കയ്യിലിരുന്ന ഒരു ഭസ്മത്തിന്റെ കുണം അത് ഭട്ടിക്ക് കൊടുത്തു. ഭട്ടിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ തല എടുത്തുകൊണ്ട് പോയിട്ട് രാജാവിന്റെ ഉടലിനോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ ഭസ്മം ദേഹമാസകലം പൂശുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഒന്നും സംഭവിക്കാത്ത പോലെ വിക്രമാദിത്യ മഹാരാജാവ് പഴയ പോലെ ഉണ്ടെന്ന് എഴുന്നേറ്റുള്ളൂ. വിക്രമാദിത്യൻ ഉടനെ ഒറ്റ സമയം കളാതെ തലയും കയ്യിലെടുത്തു. കാളിമാതാവ് കൊടുത്ത ഭസ്മത്തിന്റെ കുടവും കയ്യിലെടുത്തുകൊണ്ട് വീണ്ടും കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഉടല് മാത്രമായിട്ട് കിടക്കുന്ന വിക്രമാദിത്യന്റെ മൃതശരീരത്തിനോട് ചേർത്ത് കഴുത്തിനോട് ചേർത്ത് ആ തല വച്ചു. ചേർത്ത് വെച്ചതിന് ശേഷം ആ കുടത്തിൽ നിന്ന് ഭസ്മം എടുത്ത് ദേഹം മുഴുവനും ലേപനം ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു നിമിഷം കഴിഞ്ഞപ്പോ ഒന്നും സംഭവിക്കാത്ത പോലെ വിക്രമാദിത്യ മഹാരാജാവ് ഉണർന്നെഴുന്നേറ്റു. ഭട്ടി അടുത്തിങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കണ കണ്ടപ്പോ, ഭട്ടീനെ കണ്ടപ്പോ വിക്രമാദിത്യ ചോദിച്ചു, അല്ലയോ ഭട്ടി, എന്താ ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ? എന്താ സംഭവിച്ചത്? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഉടനെ തന്നെ ഭട്ടി തൊഴുകയോട് നിന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. 2000 വർഷം ജീവിക്കാനുള്ള അനുഗ്രഹം കിട്ടിയെന്ന് കേട്ട് കഴിഞ്ഞപ്പോ വിക്രമാദിത്യന് സന്തോഷമായി. വിക്രമാദിത്യൻ ഭട്ടീനെ ആശ്ലേഷണം ചെയ്തുകൊണ്ട് ഗാഠമായി
കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദര, എനിക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നപ്പോ ദേവേന്ദ്രന്റെ കയ്യിൽ നിന്ന് ദേവലോകത്ത് നിന്ന് അങ്ങേക്ക് യാതൊരു വരവും മേടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു. ഇപ്പൊ ആ വിഷമം മാറിക്കിട്ടി. എന്റെ ആജന്മ സഹോദരനായിട്ടുള്ള അങ്ങക്ക് ഏതായാലും എന്നേക്കാൾ കൂടുതൽ വർഷം ജീവിക്കാനുള്ള ആയുസ് കിട്ടിയല്ലോ. വലിയ സന്തോഷം. കീർത്തിമാനായിട്ട് അങ്ങ് ജീവിക്കട്ടെ. എന്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം, സന്താപമെല്ലാം ഇതോടെ മാറി എന്ന് വിക്രമാദിത്യൻ പറഞ്ഞു. അപ്പൊ ഭട്ടി പറഞ്ഞു, ഞാൻ മാത്രമല്ല, ചക്രവർത്തിയായ അങ്ങും എന്റെ സഹോദരനായ അങ്ങും 2000 വർഷം ജീവിക്കാൻ ഇടവരും. അതിനുള്ള വരം ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പൊ വിക്രമാദിത്യൻ ചോദിച്ചു, അതെങ്ങനെ പറ്റും? ദേവേന്ദ്രനും മറ്റു ദേവന്മാരും പറഞ്ഞിരിക്കുന്ന 1000 സംവത്സരം എന്നുള്ള ജീവിതത്തിനെ നമുക്കെങ്ങനെയാ മനുഷ്യന്മാരായിട്ട് നമ്മളെങ്ങനെ മാറ്റിമറിക്കും? അത് സാധ്യമല്ലല്ലോ. എങ്ങനെയാണ് അവരുടെ അനുഗ്രഹം അല്ലാതെ വേറെ തരത്തിലാവാൻ പോകുന്നത്? ഭട്ടി പറഞ്ഞു, ദേവേന്ദ്രൻ എന്തെന്ന് അനുഗ്രഹിച്ചേക്കണേ? 1000 സംവത്സരം ഈ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കണം എന്നല്ലേ പറഞ്ഞേക്കണേ? അങ്ങൊരു കാര്യം ചെയ്യാം, ഞാനൊരു ബുദ്ധി ഉപദേശിക്കാം. അങ്ങ് 6 മാസം ഈ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് രാജ്യം ഭരിക്കുക. അടുത്ത 6 മാസം സിംഹാസനം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് യാത്രയാവുക. കാട്ടിലിരുന്നാണ് അങ്ങയുടെ ജീവിതം. വീണ്ടും 6 മാസം കഴിയുമ്പോൾ തിരിച്ച് സിംഹാസനത്തിൽ വരിക, വീണ്ടും രാജ്യം ഭരിക്കുക. അങ്ങനെ വരുമ്പോ 1000 വർഷം എന്നുള്ളത് സ്വാഭാവികമായിട്ടും 2000 വർഷമാവില്ലേ? അങ്ങേക്കും എനിക്കും ഒരുപോലെ 2000 വർഷം ജീവിക്കാം. എന്താ, അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഭട്ടിയുടെ ഈ ബുദ്ധിയില് വിക്രമാദിത്യന് വീണ്ടും വലിയ സന്തോഷമായി. വിക്രമാദിത്യൻ ഭട്ടിയെ വീണ്ടും ഗാഠമായി ആശ്ലേഷണം ചെയ്ത് അവര് രണ്ടുപേരും വളരെ സന്തോഷത്തോടുകൂടി അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടി. അങ്ങനെയാണ് വിക്രമാദിത്യ മഹാരാജാവിന് 2000 വർഷം ഉജ്ജയിനി രാജ്യം ഭരിക്കാനുള്ള അവസരമുണ്ടായത് എന്നാണ് കഥ പറയുന്നത്. എങ്ങനെയുണ്ട്? ഭട്ടിയുടെ ബുദ്ധിയും വിക്രമാദിത്യന്റെ അനുഗ്രഹവും നല്ല രസമല്ലേ കേട്ടിരിക്കാൻ? ഇനി നമുക്ക് അടുത്ത കഥയിൽ കാണാം. നമസ്കാരം.